അന്തർദേശീയ വാർത്തയിലേക്ക്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ സേനയെ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത. ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തുവെന്നും പശ്ചിമേഷ്യയിൽ നിന്ന് വാർത്ത വരുന്നു. വിവരങ്ങളുമായി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. മഴയൊക്കെ എങ്ങനെ അനുഭവപ്പെടുന്നു? മഴ ഇപ്പോൾ വലിയ കാര്യമായിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു പല ജില്ലകളിൽ. തിരുവനന്തപുരത്ത് മഴയില്ലായിരുന്നു. രാവിലെ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ആളാണോ അതോ വെള്ളം ചൂടാക്കി കുളിക്കുന്ന ആളാണോ? 2 തരത്തിലുണ്ട്. അല്ല, ഞാൻ വാർത്തയ്ക്ക് വന്നോന്ന് അറിയാൻ വേണ്ടിയാ. ഓ, അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ. പിന്നെ മനസ്സിന്റെ തീരുമാനം അനുസരിച്ചാ. നല്ല തണുപ്പുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കും. നമ്മുടെ മനസ്സിന്റെ തീരുമാനം ശരീരവുമായി ബന്ധപ്പെടുത്തരുത്. ചിലപ്പോ വേണ്ടി വരും. അപ്പൊ നമുക്ക് പശ്ചിമേഷ്യയിലേക്ക്. ഇസ്രായേൽ ഹെസ്ബുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ അതെല്ലാം ലംഘിക്കപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ ലെബനന്റെ, പ്രത്യേകിച്ച് തെക്കൻ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഏറ്റവും അവസാനം വരുന്ന വാർത്ത. നേരത്തെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. എന്തായാലും അത് വല്ലാത്ത തരത്തിൽ, പ്രത്യേകിച്ച് ഇതിൽ മധ്യസ്ഥത വഹിച്ച അമേരിക്കയും ഫ്രാൻസും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്. അവർ പോലും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ 52 തവണ ഇസ്രായേൽ ഇത് ലംഘിച്ചു എന്നാണ്, ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഫ്രാൻസ് ആരോപിച്ചത്. പക്ഷേ ഇസ്രായേൽ പറയുന്നു, ഞങ്ങളുടെ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുകയാണ് ഹിസ്ബുള്ള, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള വരാൻ പാടില്ലെന്നായിരുന്നു തീരുമാനം. അതിനെ ലംഘിച്ച് ഹിസ്ബുള്ള കടന്നു വരുന്നു, ഇവരുടെ ആരോപണം. എന്തായാലും ഹിസ്ബുള്ള റോക്കറ്റുകൾ ഈ മണിക്കൂറുകളിൽ അയച്ചിട്ടുണ്ട്. അതിനവർ പറഞ്ഞത്, ഞങ്ങളുടെ മണ്ണിൽ കയറി ബോംബർ വിമാനങ്ങൾ ബോംബ് ചെയ്യുന്നു, ഇത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലെബനൻ വെടിനിർത്തൽ വന്നെങ്കിലും അത് വളരെ ഫ്രജൈലാണ്, അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ദുർബലമായിരിക്കുന്നു. ഒരുപക്ഷെ വീണ്ടും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയുണ്ട്. അതിനിടയിൽ എസ് കെ ഒരുപക്ഷെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. 14 മാസം മുമ്പ് ഒക്ടോബർ 7-ന് 2023 ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയതാണ്. ഇപ്പോൾ 100-ലേറെ പേരാണ് അവശേഷിക്കുന്നത്. അതിൽ 33 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്, 33 പേർ കൊല്ലപ്പെട്ടു. അതിൽ ഭൂരിപക്ഷം പേരും കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ കൈകൊണ്ടല്ല, ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ വന്ന് ബോംബിട്ടിട്ടാണ്. ഒക്ടോബർ 7 കഴിഞ്ഞ് 2-ാം ദിവസം തന്നെ ഇസ്രായേലി ബോംബിങ്ങിൽ 4 ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും അവസാനം വടക്കൻ ഗസയിൽ നടക്കുന്ന ഇസ്രായേലി സൈന്യത്തിൻ്റെ ഓൺസ്ലോട്ട് എന്ന് വെച്ചാൽ ടാങ്കുകളായിട്ട് നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ 33 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. എന്തായാലും ഇനിയും നീണ്ടുപോയാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇതിന് കാരണക്കാരനെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള നിലപാടിൽ നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വലിയ തലവേദനകൾ ഉണ്ടാകുന്ന എസ് കെ എൻ. അവിടുത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന 2014 പ്രതിരോധ മന്ത്രിയായിരുന്ന മോക്ഷെ യാലോൻ രംഗത്ത് വന്നിരിക്കുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ്, അതുപോലെ തന്നെ വംശശുദ്ധീകരണം, ജനറ്റിക് ആയിട്ടുള്ള ക്ലെൻസിങ് നടക്കുന്നു. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി തന്നെ ആരോപിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയതാണ്. അപ്പോൾ അവിടെ നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവർ ഇത് രാജ്യത്തിൻ്റെ ശത്രുവായി മാറിയിരിക്കുകയാണ്. മുൻ പ്രതിരോധ മന്ത്രി എന്ന രീതിയിൽ രംഗത്ത് വന്നു. അപ്പോൾ ഇതിനെ നേരിട്ടുകൊണ്ട് ഇപ്പോഴത്തെ തൽക്കാലം ജസ്റ്റ് മുൻപുള്ള പ്രതിരോധ മന്ത്രിയായിരുന്ന യോവഫ് ഗാലന്റ് രംഗത്ത് വന്നിട്ടും ഇങ്ങനെ ഇസ്രായേലിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് കെ. ജെയിംസ്, യഥാർത്ഥത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈൻ അടി പതറുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. മാത്രമല്ല, റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തങ്ങൾക്ക് വേണ്ടി അവർ തന്നെ കയ്യിൽ വെച്ചോട്ടെ, ഇതൊക്കെ അമേരിക്കൻ നിലപാട് മാറുന്നതിൻ്റെ സൂചനയാണോ ഈ സെലൻസ്കിയുടെ പ്രസ്താവന വന്നത്? മാത്രമല്ല, യുക്രൈന് കൂടുതൽ ആൾനാശം വരുത്തിക്കൊണ്ട് ഈ 60 മിസൈലുകൾ റഷ്യ തൊടുത്തുവിട്ടു എന്ന വാർത്തയുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, തീർച്ചയായിട്ടും എസ് കെ എൻ പറഞ്ഞ നിരീക്ഷണം ശരിയാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വരുന്നത് ഒരു തരത്തിൽ ഇതുവരെ യുക്രൈൻ വലിയ വീരോടുകൂടിയാണ് പോരാടിയിരുന്നത്. 3-ാം വർഷത്തിലെത്താൻ പോവുകയാണ്. ഫെബ്രുവരി 24-ന് 3 വർഷം തികയും. പക്ഷെ അതിനു മുമ്പ് യുദ്ധം നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ യുക്രൈൻ നടത്തിയ പോരാട്ടം മുഴുവൻ അമേരിക്കയുടെ തോളിൽ കയറിയിരുന്ന, അല്ലെങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ, യൂറോപ്പിൽ നിന്നുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ടുള്ള പോരാട്ടമാണ്. നാറ്റോയുടെ ഒരു വലിയ പിന്തുണയിലാണ് മുന്നോട്ട് പോയത്. നാറ്റോയുടെ മുൻപിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ജനുവരി 20-ന് ചുമതലയേൽക്കുന്ന ട്രംപ് പറയുന്നത്, ഈ യുദ്ധത്തിന് വേണ്ടി കാശൊന്നും ചെലവാക്കാൻ അമേരിക്കയുടെ ഖജനാവിലില്ല, ഞങ്ങളതിന് തയ്യാറല്ല എന്ന് മാത്രമല്ല, സെലൻസ്കിയുമായുള്ള സംസാരത്തിൽ വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിച്ചോളണം, പോയ ഭൂമി
വിട്ടുകൊടുത്തവര് തിരിച്ചു പോര്. പക്ഷേ ഇപ്പോൾ സെലൻസ്കി പറയുന്നത് എസ്കെൻ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഉക്രൈൻ മുഴുവൻ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് റഷ്യ പോകും. അതുകൊണ്ട് നാറ്റോയിൽ അംഗത്വം വേണം. നാറ്റോയിൽ അംഗത്വമുണ്ടെങ്കിൽ യുക്രൈൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ റഷ്യക്ക് പറ്റില്ല. നാറ്റോ രാജ്യത്തെ ആക്രമിച്ചാൽ 30-ലേറെ കൂടിയ നാറ്റോ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് യുദ്ധം പ്രഖ്യാപിക്കും. അതുകൊണ്ട് നാറ്റോയിൽ അംഗത്വം തന്നാൽ പോയ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഡോണറ്റ്സ്കിലെ, ലുഹാൻസ്കിലെ, പ്രത്യേകിച്ച് കിഴക്കൻ ഉക്രൈൻ, തെക്കൻ ഉക്രൈനിലെ കുറേ ഭാഗങ്ങൾ 5-1 ഭാഗം വിട്ടുകൊടുക്കണം. അതിന് വരെ തയ്യാറാണെന്ന് സെലൻസ്കി പറയുമ്പോൾ ഉക്രൈന് അടി പതറുന്നു എന്ന് വ്യക്തമാവുന്ന എസ്കെൻ. അപ്പോൾ സെലൻസ്കി ഇതുവരെ വീരനായകനായിരുന്നു. ഇപ്പോൾ അവസാനത്തിലെത്തുമ്പോൾ ട്രംപ് കാല് വലിച്ചാൽ സെലൻസ്കി വീഴുമെന്നുള്ളതാണ്. സെലൻസ്കി ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് ജോ ബൈഡനാണ്. ജോ ബൈഡൻ ഇറങ്ങുന്നു, ട്രംപ് വരുന്നു. ട്രംപിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് പുടിനോട്. പുടിൻ അത് വെച്ചാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം. സ്കെൻ അപ്പോൾ തീർച്ചയായിട്ടും സ്കെൻ പറഞ്ഞ പോലെ തന്നെ അടി പതറി ഉക്രൈൻ ഏതാണ്ട് തോൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം അമേരിക്ക ഇനി ആയുധങ്ങൾ അധികം കൊടുക്കില്ല. ജോ ബൈഡൻ കൊടുക്കുന്ന അവസാനത്തെ ആയുധങ്ങൾ കൂടിയാണ് ഇനി ഉള്ളത്. കാരണം അത് കഴിഞ്ഞാൽ പുതിയ പ്രസിഡന്റ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി തീരും. അതുകൊണ്ടാണ് പറയുന്നത് പോയ ഭൂമി ഞങ്ങൾ വിട്ടുകൊടുക്കാം, പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുടിൻ ഉള്ള മിസൈലുകൾ മുഴുവൻ വിടുകയാണ്. 60 മിസൈലുകളാണ് SKN ഈ മണിക്കൂറുകളിൽ അയച്ചത്. ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രംപ് വരുന്നവരെ യുദ്ധം പിടിച്ചു കൊണ്ടുപോയാൽ മാക്സിമം ഡാമേജ് ചെയ്യുക, അത്രയും പ്രദേശം പിടിച്ചെടുക്കുക, ആ പ്രദേശമൊക്കെ റഷ്യയുടെ ഭാഗമാക്കി മാറ്റുക എന്ന നിലപാടാണ് പുടിൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ട്രംപ് വരുന്നതോടെ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ഏതാണ്ട് വെടിനിർത്തലായി, മറ്റേ ഹമാസ് യുദ്ധവും തീരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും താങ്ക് യു ബിബി ജെയിംസ്. ഇനി കളിയൊക്കെ നാളെ.